തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച അഭ്യൂഹം പരക്കുമ്പോൾ നിജസ്ഥിതി അറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ട് എന്ന് പറഞ്ഞാണ് സാമൂഹ്യ പ്രവർത്തകൻ ട്രാഫിക് രാമസ്വാമി പൊതുതാൽപര്യ ഹർജി നൽകിയത്. ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ജസ്റ്റിസ് മഹാദേവനും ജസ്റ്റിസ് കൃപാകരനുമായിരുന്നു ഹർജി പരിഗണിച്ചത്. അന്ന് സർക്കാർ നിജസ്ഥിതി 2 ദിവസം കഴിഞ്ഞ് കേസ് പരിഗണിക്കുമ്പോൾ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവർ കോടതിയിലെത്തി. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ எனவே அதை தள்ளுபடி செய்கிறோம் என்று அதனை எடுத்த எடுப்பிலேயே தள்ளுபடி செய்துவிட்டார்கள். That is at the admission stage itself it was dismissed. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ കോടതിയിൽ സമർപ്പിച്ചില്ല. ചെന്നൈ ആർകെ നഗർ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളൊക്കെ ജയലളിതയ്ക്കെതിരായ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയേക്കുമ്പോൾ അവർക്കെതിരായ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ ആളാണ് ട്രാഫിക് രാമസ്വാമി. ഈ വിഷയത്തിലും ഹർജിക്കാരൻ ട്രാഫിക് രാമസ്വാമിയായതിനാൽ നിയമ പോരാട്ടങ്ങൾ ഇവിടെ അവസാനിച്ചു എന്ന് കരുതുക വയ്യ. ക്യാമറമാൻ അമൽദേവിനൊപ്പം മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിൽ നിന്ന് ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.